ചൂരൽമലയിൽ നിന്ന് ഇപ്പോൾ സച്ചിൻ കൂടി ചേരുന്നു. സച്ചിൻ, നാലംഗ മന്ത്രിസംഘം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ എല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൈന്യത്തിൻ്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും പ്രവർത്തകർ അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ 9 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് മേപ്പാടി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ അവസ്ഥ, അവിടുത്തെ കാര്യങ്ങൾ ഒക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ഷമ്മി, ചൂരൽമല വെള്ളാർമല ഭാഗത്തെ 3-4 സോണുകൾ കേന്ദ്രീകരിച്ചുള്ള ശക്തമായ തെരച്ചിലാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ JCBകളും അതുപോലെ തന്നെ ഹിറ്റാച്ചുകളും അടക്കം ഉപയോഗിച്ചുകൊണ്ട് കെട്ടിടങ്ങൾക്കുള്ളിലടക്കം മണ്ണ് കയറിയിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ മണ്ണ് നീക്കുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സേനാ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ NDRFൻ്റെയും അടക്കം നേതൃത്വത്തിലാണ് ഇപ്പോൾ ശക്തമായ തിരച്ചിൽ ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മറ്റ് യുവജന സംഘടനാ പ്രതിനിധികളടക്കം ഈ മേഖലയിലുണ്ട്. ശക്തമായ തിരച്ചിൽ തന്നെയാണ് ഇന്ന് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നിരവധി ആളുകൾ ഈ പ്രദേശത്ത് വയനാട് മേപ്പാടിയിലെ തന്നെ നിരവധി ആളുകൾ തങ്ങളുടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ സ്വന്തക്കാരെയും നഷ്ടപ്പെട്ടത് അറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ്റെ എൻ്റെ പേര് ഉസ്മാനാണ്. പിന്നെ എൻ്റെ കുടുംബത്തിൽ 6 പേരെന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി എളാപ്പ, മൂത്ത മോൻ നസീർ, പിന്നെ അവരെ 2 മക്കൾ, പിന്നെ അവൻ്റെ ഭാര്യ പിന്നെ രജിത. അതിലിപ്പോൾ 4 പേരെ നമുക്ക് കിട്ടി. ഇനിയിപ്പോൾ നസീറിനെയും കിട്ടണം. അവൻ്റെ വാപ്പ പീരാൻ എന്ന് പറയും, എൻ്റെ എളാപ്പയാണ്. അവരും കിട്ടാണ്ട് അപ്പോൾ ഞങ്ങളത് തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതുവരെ ഈ പ്രദേശത്ത് തന്നെയാണ് അവരുടെ വീട്. അവർ ഹൈസ്കൂളിൻ്റെ നേരെ മുകൾ വശത്ത് ആ പ്രദേശമൊക്കെ ഇപ്പോൾ ഏകദേശം നിരന്ന് കിടക്കുകയാണ്. അവിടെ ഒരു വീടിൻ്റെ ഒരു അടയാളം പോലും ഇല്ല. ഞങ്ങൾ ഇന്നലെയും മിനിയാന്നൊക്കെ ഫുള്ള് അവിടെ തന്നെ ആയിരുന്നു. പിന്നെ ഈ നസീറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മളെ ഈ നാട്ടിൽ വളരെ ഒരു ഉപകാരിയാണ്. അതായത് ആരെന്ത് ചോദിച്ചാലും അവനെക്കൊണ്ട് പറ്റൂല എന്ന് പറയില്ല. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാലോ അത് അപ്പം എത്തിച്ചു കൊടുക്കും. ഈ പൈസ ആണെങ്കിൽ പൈസ വളരെ ഒരു ഉപകാരിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേദനയുണ്ട്. എവിടെന്നാണ് ഈ 4 പേരുടെയും മൃതദേഹങ്ങൾ കിട്ടിയത്? അത് ഇവിടെ തന്നെ പല ഭാഗത്തുനിന്നായിട്ട് കിട്ടിയത്. ഒന്ന് സ്കൂളിൻ്റെ പുറകുന്ന്, ഒന്ന് ഈ ഭാഗത്തുനിന്നായിട്ട്, പിന്നെ ഒന്ന് കുറച്ചും കൂടി താഴത്തുനിന്ന്. എന്തായാലും ഈ നാടിന് ഭയങ്കര ഒരു പറയാൻ പറ്റില്ല, നമുക്കത് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. 2 പേരുടെ മൃതദേഹം കിട്ടാൻ 2 പേരുണ്ട് കിട്ടാണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു ഇതിലാണ് തെരച്ചിൽ നടന്നുകൊണ്ട് നിൽക്കുന്നത്. പല ഭാഗത്ത് നമ്മൾ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ തെരച്ചിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. തെരച്ചിൽ എല്ലാവരും നല്ലപോലെ ചെയ്യുന്നുണ്ട്. സർക്കാർ ഭാഗത്തുനിന്നായാലും പൊതു ഭാഗത്തുനിന്നായാലും എല്ലാം നല്ലപോലെ നടക്കുന്നുണ്ട്. കിട്ടുന്നൊരു പ്രതീക്ഷയിലാണ്. അതിൽ കിട്ടട്ടെ. ലഭിച്ച മൃതദേഹങ്ങളുടെ സംസ്കാരം നടത്തിയോ? അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തു. അത് നമ്മൾ മിനിയാന്ന് തന്നെ എല്ലാം കൃത്യമായി ചെയ്തു. ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, പിന്നെ നമ്മളെ ഫാമിലി മാത്രമല്ല, മൊത്തത്തിൽ നമ്മളെ ആളുകൾ തന്നെയല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവരെന്നല്ലേ. ഇങ്ങനൊരു ദുരന്തം ആദ്യമായിട്ടാണ്. ഇത്രയും വലിയൊരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല, നമ്മൾ കേട്ടിട്ടുമില്ല. എന്താ ചെയ്യുക? ഇവിടെയൊക്കെ നല്ലൊരു പാലമായിരുന്നു. ഈ പാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതൊന്നും ഒരു വിഷയമല്ല. ഇങ്ങോട്ട് കുറച്ച് നിങ്ങൾ മുകളിലേക്ക് പോകണം, അപ്പോഴേ അതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ. അതിൻ്റെ ദിശകൾ അറിയണമെങ്കിൽ കുറച്ച് മുകളിലേക്ക് പോകണം. തീർച്ചയായും ഷമ്മി, ഇത്തരത്തിൽ വലിയൊരു സങ്കടകരമായ വാർത്തയാണ് ഈ മേഖലകളിൽ നിന്ന് ഉറ്റ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരുടേതടക്കം വലിയ സങ്കടകമായ രീതിയിലേക്ക് ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബന്ധുക്കളുടെ ഒരു ശരീരഭാഗമെങ്കിലും ലഭിക്കുമോ, അല്ലെങ്കിൽ 2 പേരുടെ മൃതദേഹം, ഉസ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ 2 പേരുടെ കുടുംബത്തിലെ 2 പേരുടെ മൃതദേഹം ഇനിയും ലഭിക്കാനുണ്ട്. ഒരു കുടുംബത്തിലെ 4 പേരാണ് നഷ്ടപ്പെട്ട് 6 പേരാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ 4 പേരുടെ മൃതദേഹം ലഭിച്ചു എന്നാണ് ഉസ്മാൻ പറയുന്നത്. 2 പേർക്കായുള്ള തിരച്ചിൽ എത്രയും പെട്ടെന്ന് മൃതദേഹം കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനം നടത്തണം എന്നും, അതുപോലെ തന്നെ അവരുടെ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി ഈ ഭാഗത്ത് നിന്ന് തന്നെയാണ് ബാക്കി 4 പേരുടെയും മൃതദേഹം ലഭിച്ചത് എന്നാണ് ഉസ്മാൻ വ്യക്തമാക്കുന്നത്. അതായത് വെള്ളാർമല ഈ സ്കൂൾ ഭാഗത്ത് തന്നെയായിരുന്നു അവരുടെ വീട്. അവരുടെ വീടൊന്നും നിൽക്കുന്ന ഭാഗം ഇപ്പോൾ വിജനമായി കിടക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ ഉള്ളലിയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ മേഖലയിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിരവധി ആളുകളാണ് ഉറ്റവരെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ടുകൊണ്ട് ഈ മേഖലയിലാകെ വന്ന് അവരുടെ ഒരു മൃതദേഹമെങ്കിലും ലഭിക്കാൻ വേണ്ടിയുള്ള
ആകാംക്ഷയിൽ ഒരു ദുഃഖത്തിൽ നിൽക്കുന്നത്. ഇന്ന് വലിയ രീതിയിലുള്ള തെരച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ മേഖലകളിലൊന്നും ഹിറ്റാച്ചി അതുപോലെ തന്നെ JCB അടക്കം ഉപയോഗിച്ച് ഉള്ള തെരച്ചിൽ, മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ നടത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. എന്നാൽ ഇന്ന് ശക്തമായ രീതിയിലുള്ള ഒരു തെരച്ചിലാണ് 6 സോണുകളായി തിരിച്ചുകൊണ്ട് ഈ മേഖലയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ 4 മന്ത്രിമാരെ ഈ ദുരന്ത മേഖലയിൽ ഉപസമിതിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഏകോപനം നടത്തിക്കൊണ്ടാണ് കൃത്യമായ രീതിയിൽ തെരച്ചിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ മന്ത്രിമാർ നേരിട്ട് രാവിലെയും അതുപോലെ തന്നെ ഇടവേളകളിലും കൃത്യമായി ഈ തെരച്ചിൽ പ്രവർത്തനം നടക്കുന്ന മേഖലകളൊക്കെ സന്ദർശിക്കുന്നുണ്ട്.